ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജൂപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. സുപ്രസിദ്ധ ദാർശനികനായ സോക്രട്ടീസിനെ കുറിച്ച് അറിയാത്തവർ ചുരുക്കമാണ്. ഭംഗിക്ക് കുറവുണ്ടെങ്കിലും ബുദ്ധിശക്തിയിലും കാര്യശേഷിയിലും അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ സുന്ദരിയായ ഒരു യുവതി അദ്ദേഹത്തെ സമീപിച്ച് വിവാഹ അഭ്യർത്ഥന നടത്തി. അവൾ പറഞ്ഞു, നാം തമ്മിൽ വിവാഹിതരായാൽ നന്നായിരിക്കും. കാരണം അങ്ങയുടെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യവും ലഭിച്ച് ഒരു കുട്ടിയുണ്ടായാൽ അവനെ വെല്ലുവാൻ ലോകത്തിൽ ആർക്കും കഴിഞ്ഞു എന്ന് വരികയില്ല. സോക്രട്ടീസ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തിരിച്ചും സംഭവിക്കാമല്ലോ. നിന്റെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യവുമാണ് ആ കുട്ടിക്ക് ലഭിക്കുന്നതെങ്കിലോ? അങ്ങനെ ആ ആലോചന മുടങ്ങി. സോക്രട്ടീസ് തൻ്റെ ശിഷ്യഗണത്തോട് പറയുമായിരുന്നു പോലും, നീ നിന്നെ തന്നെ കാണുക എന്ന്. ഏത് വിജ്ഞാന മേഖലയിൽ അറിവ് നേടിയാലും സ്വന്തത്തെക്കുറിച്ചുള്ള അറിവ് അനേകർക്കും ഇല്ല എന്ന യാഥാർത്ഥ്യം സോക്രട്ടീസ് അറിഞ്ഞിരുന്നതുകൊണ്ടാണ് ഇക്കാര്യം തൻ്റെ ശിഷ്യഗണത്തെ കൂടെ ഓർപ്പിച്ചത്. ശാസ്ത്രം വാനഗോളങ്ങളെ കീഴ്പ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ്. ഒരു പരിധിവരെ കീഴടക്കി എന്ന് പറയുവാൻ കഴിയുന്നത് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെക്കുറിച്ച് മാത്രമാണ്. മറ്റുള്ളവയിലേക്കും എത്തിപ്പെടാൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നുണ്ട്. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. മനുഷ്യന് അപ്രാപ്യമായി ഇനി എന്തിരിക്കുന്നു എന്ന് ചിലർ ചോദിച്ചേക്കാം. എന്നാൽ തന്നെ മനുഷ്യൻ ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ആരും ഓർക്കുന്നില്ല. മറ്റുള്ളവരെ വിധിക്കാനും അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുവാനുമുള്ള വ്യഗ്രതയിലാണ് നാം. രാത്രിയിൽ കാറോടിച്ചു പോകുന്ന ഒരാൾ എതിരെ വരുന്ന കാറുകാരൻ ലൈറ്റിൻ്റെ പ്രകാശം കുറയ്ക്കാത്തതിൽ അമർഷം കൊള്ളാറുണ്ട്. പക്ഷേ തൻ്റെ കാറിൻ്റെ ലൈറ്റ് അണയ്ക്കുകയോ പ്രകാശം കുറയ്ക്കുകയോ ചെയ്യാതെ ആയിരിക്കും അവനെ കുറ്റപ്പെടുത്തുന്നത്. ഇരുട്ടിൽ ഇരുന്നു കൊണ്ട് വെളിച്ചത്തെ പഴിക്കുന്നവരാണ് അധികവും. പെരുമന്ത് മറച്ചുവെച്ച് ഉണ്ണിമന്തുള്ളവനെ പരിഹസിക്കുന്നുവെന്ന് പറയാറുണ്ടല്ലോ. മതം, ദൈവിക ചിന്ത മുതലായവയെ സംബന്ധിച്ച് ചിന്താവിപ്ലവം സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരു ചേർത്തല കളവങ്കോടം ക്ഷേത്ര പ്രതിഷ്ഠാവേളയിൽ ദേവവിഗ്രഹത്തിനു പകരം ഒരു കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചത്. മനുഷ്യൻ തന്നെ കാണുകയും അറിയുകയും ചെയ്യുക എന്ന മഹത്തായ ആശയമാണ് അതിൽ അന്തർഭവിച്ചിരുന്നത്. നമ്മുടെ ജീവിതത്തെ സ്വയമായി കണ്ട് മനസ്സിലാക്കത്തക്ക നിലയിൽ ഒരു കണ്ണാടി നമുക്കും ആവശ്യമാണ്. ഈശ്വരൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞ് വരികയുള്ളൂ. കണ്ണാടി കാൺമോളവും തന്നോടെ മുഖമേറ്റം നന്നെന്നോ നിരൂപിക്കും എത്രയും വിരൂപന്മാർ. മറ്റുള്ള ജനത്തിന് കുറ്റങ്ങൾ പറഞ്ഞിടും മുറ്റും തന്നോടെ കുറ്റം എന്നറിയുകയുമില്ല. UP സ്കൂളിൽ നിന്ന് പഠിച്ച പദ്യശകലമാണ് ഇത്. പറഞ്ഞു വന്ന വിഷയത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് പാടി എന്നേ ഉള്ളൂ. യാക്കോബ് തൻ്റെ ലേഖനം 1:23 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് വായിച്ച് ഗ്രഹിക്കുന്നത് നന്നായിരിക്കും. ഒരുവൻ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ നയപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ആ ഭാഗ്യം ഒരുവന് ഉണ്ടാകണമെങ്കിൽ വചനമെന്ന കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് കുറവ് കുറ്റങ്ങൾ കണ്ടെത്തി അത് പരിഹരിച്ച് യോഗ്യനായി തീരണം. യാക്കോബ് തൻ്റെ ലേഖനത്തിലൂടെ കണ്ണാടി നിവർത്തിവെച്ച് അതിനു മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ ബാഹ്യരൂപം അഥവാ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു ആളിൽ നിന്ന് വെളിപ്പെട്ടു വരേണ്ട പ്രായോഗിക വശമാണ് വെളിപ്പെടുത്തുന്നത്. ദൈനംദിന ജീവിതത്തിൽ വിശ്വാസം എങ്ങനെ പ്രവൃത്തിപഥത്തിൽ വെളിപ്പെടണം എന്നത് വ്യക്തമാക്കുന്നു. യാക്കോബ് 1:22 പറയും പ്രകാരം
വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് ഈ ലേഖനം നമുക്ക് പറഞ്ഞു തരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ യാക്കോബ് 2:14 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഈ സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. സഹോദരന്മാരെ, ഒരുവൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരാൾ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പെടുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? വിശ്വാസം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്നില്ല എങ്കിൽ അത് നിർജ്ജീവമാകുന്നു. എന്നാൽ ഒരുവൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. മേൽപ്പറഞ്ഞതിൻ്റെ സാരം എന്തെന്നാൽ, ഉള്ളിൽ നിറഞ്ഞു കവിയുന്നത് വായിലൂടെ എന്ന് വച്ചാൽ സംസാരത്തിലൂടെ പുറത്തു വരുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഉള്ളിൽ നിറഞ്ഞ വിശ്വാസമാണ് പ്രവൃത്തികളിലൂടെ പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുന്നതല്ലേ മനുഷ്യന് കാണാൻ കഴിയൂ. അങ്ങനെ വരുമ്പോൾ വിശ്വാസത്താൽ ദൈവമുമ്പിൽ നീതീകരിക്കപ്പെടുന്നവൻ പ്രവൃത്തികളാലാണ് മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനം 3:17-18 വാക്യങ്ങളിലും ഈ സത്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയാലും സത്യത്താലും തന്നെ സ്നേഹിക്കുക. ആകയാൽ നമ്മുടെ മുമ്പിലുള്ള കണ്ണാടിയിൽ കൂടി നമ്മുടെ രൂപം മനസ്സിലാക്കി തിരുത്തേണ്ടത് തിരുത്തി യോഗ്യരാകുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.